ഹലോ, ഞാൻ ആദ്യമേ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എൻ്റെ പേര് പ്രമീള എന്നാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, പേളാമാസ് ഹോംലി കിച്ചൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, എൻ്റെ ചാനലൊന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് അടിക്കണം കേട്ടോ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. എനിക്കൊരു ജോലിയില്ല, എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി. അപ്പോൾ എനിക്ക് ആകപ്പാടെ അറിയാവുന്ന ഒരു ജോലി അടുക്കളപ്പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എൻ്റെ വീട്ടിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞാനും എൻ്റെ അനിയത്തിയും മാത്രം. അപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ 18 വർഷമായി. ഞാൻ ദാരിദ്ര്യം പറയാൻ കേട്ടോ, ദാരിദ്ര്യമൊന്നുമില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കണ്ടേ. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും മാത്രമേ ഉള്ളൂ. ഞങ്ങളൊരു വാടക വീട്ടിൽ താമസിക്കുകയാണ്. എറണാകുളത്ത് തന്നെ ഞങ്ങളൊരു വാടക വീട് എടുത്ത് താമസിക്കുകയാണ്. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ചിലവും, എനിക്കാണെങ്കിൽ 100 കൂട്ടം അസുഖങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു എമൗണ്ട് ഉണ്ട്, തരുന്നുണ്ട്, പൈസ മോൻ തരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്കൊന്നും ആകുന്നില്ല. അവരോടാണെങ്കിൽ ചോദിക്കുന്നതിനൊരു പരിധിയില്ലേ. പിള്ളേർക്കും ജോലിയുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു കുടുംബമുണ്ട്, പിള്ളേർ പഠിക്കുന്ന വീട്ടിലെ ചിലവുകൾ, അവർക്കെല്ലാം അതിൻ്റേതായ. എന്നാലും എൻ്റെ കാര്യങ്ങൾക്കൊന്നും മുടക്ക് വരുത്തിയിട്ടില്ല ഇതേവരെ. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി തന്നെ നടത്തുന്നുണ്ട്. അതിനകത്തൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലാകുന്നൊരു സഹായം എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അത്ര ഒരു ആശ്വാസമായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ അത് നമ്മൾ വിചാരിച്ച പോലെ ഞാനിപ്പോൾ 6 മാസമായി തുടങ്ങിയിട്ട്. ഈ 20-ാം തീയതി വരുമ്പോഴത്തേക്കും കറക്റ്റ് 6 മാസം പൂർത്തിയായി. പക്ഷേ എനിക്ക് 154 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഇത്ര നാളായിട്ട്. ഞാനിടുന്ന വീഡിയോ അത്ര മോശം എന്ന് പറയാനില്ല. നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറും കറികളും ഇതൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദയവേത് നിങ്ങളത് കാണുക, കണ്ടിട്ട് എന്നെ ഒന്ന് എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറ്റുന്ന രീതിയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ. പിന്നെ വേറെ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ പ്രായമായില്ലേ. ഇപ്പം ചോദിക്കും, വല്ല ഈശ്വരനാമം ജപിച്ച് എവിടെയെങ്കിലും ഇരുന്നൂടെയും ചോദിക്കും. ഈശ്വരനാമം ജപിക്കാൻ നമുക്കതിനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഏത് നേരം 24 മണിക്കൂറും നമുക്ക് ഈശ്വരനാമം ജപിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. പിന്നെ മനസ്സിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ഇത് നമ്മൾ വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്തെല്ലാം പ്രാരബ്ധങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നിട്ടും ഞാൻ ഇന്നും തളരാതെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഒരു മനസ്സിൻ്റെ ധൈര്യം. കാര്യം നമുക്ക് നമ്മളുടെ എന്താ പറയുക, എത്ര ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും നമ്മളുടെ ഒരു ആശ്രയം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. നമുക്ക് നല്ലതിനോ ചീത്തയ്ക്കോ ആയിക്കോട്ടെ, നമുക്കൊരു എന്താ പറയുക, ഒരു നമ്മളുടെ സങ്കടങ്ങൾ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണത്. എങ്കിലും അപ്പം നമ്മളുടെ ആ ഒരു ഇതെല്ലാം കേൾക്കുന്ന ഒരാളായിരുന്നല്ലോ നമ്മുടെ ഭർത്താവ് എന്ന് പറയുന്നത്. ആ പുള്ളി പോയതോടുകൂടി നമുക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ്. മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമെന്നല്ലോ ഏത് സമയവും. ഞാൻ പറഞ്ഞത് എൻ്റെ മാത്രമല്ല, എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പ്രായമായി വരുന്നതോറും എനിക്കിപ്പോൾ 69 വയസ്സായി, 70 വയസ്സാവാൻ പോകുന്നു. അപ്പം നിങ്ങളാണെങ്കിലും ചോദിക്കും, അമ്മയ്ക്കും അമ്മയുടെ കാര്യം നോക്കി വെറുതെ ഇരുന്നാൽ പോലെ എന്തിനാണ് ഈ പഠിക്കാൻ നടക്കണമെന്ന്. ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ കാര്യം നോക്കി എൻ്റെ വീട്ടിലിരിക്കുക. എൻ്റെ വീട് മീൻസ് നമ്മുടെ സ്വന്തം വീടല്ല, വാടക വീടാണ്. ഇനി ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ സഹായങ്ങൾ ആവശ്യപ്പെടണം. ഒരിക്കലും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ ചോദിക്കുന്ന സഹായം എൻ്റെ ചാനലൊന്ന് ഉയർത്തിക്കൊണ്ട് വരിക, അത്രേ ഉള്ളൂ. 1 വർഷം കൊണ്ടെങ്കിലും എനിക്കൊന്ന് നല്ല രീതിയിലൊന്ന് ആവണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെന്നെ ഒന്ന് സഹായിക്കുക. പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ 7 മണിക്ക് ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ഇത് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വരിക കേട്ടോ. വന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെയുള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാവരും നിങ്ങൾ കാണണം. ഞാൻ ഡെയിലി ഒരു 2 വീഡിയോസ് വെച്ച് ഇടുന്നുണ്ട്. രാവിലെ ഒരു ഷോർട്ട് ഇടുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ ഇടും. പിന്നെ ലഞ്ച് പ്രിപ്പറേഷൻ. അതിനകത്ത് എന്തെങ്കിലും മീൻകറി വെക്കുന്നതോ പച്ചക്കറി വെക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വൈകുന്നേരത്തെ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. വലിയ മോശമില്ലെന്നുള്ളതാണ്.
ഞാൻ അത്ര വലിയ കുക്കല്ലെങ്കിലും സാമാന്യം തരക്കേടില്ലാണ്ട് ഒക്കെ ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇപ്പം എനിക്കൊരു എന്താ പറഞ്ഞത്, നമ്മൾ സഭാകമ്പം എന്നൊക്കെ പറയില്ലേ, ഇപ്പം എൻ്റെ മുമ്പിൽ ആരുമില്ല എങ്കിലും ഞാൻ ആരൊക്കെയോ എൻ്റെ മുമ്പിലുണ്ട് എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം ഇതൊക്കെയുള്ള ധൈര്യം എവിടെ നിന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എങ്ങനെ കിട്ടിയെന്നൊന്നും അറിയാൻ പാടില്ല. എങ്കിലും ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പച്ചയോടുകൂടി തന്നെ പറയുകയാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അമ്മയെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു സഹകരണം എനിക്ക് തരിക കേട്ടോ. ഞാൻ വേറൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല, എനിക്കൊരു പൈസ കൊണ്ടൊന്നും എന്നെ സഹായിക്കേണ്ട, എനിക്കിത് മാത്രം മതി. അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ ഇത് തന്നെ 100 പ്രാവശ്യം പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളെന്നെ സഹായിക്കാം. ഇനി നമുക്ക് നാളെ അന്നേരം ഞാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പം ഈ പെട്ടെന്നൊരു എടുത്തുചാട്ടം പോലെ ആയിപ്പോയി ഇത്. അപ്പോൾ എനിക്കൊരു തിക്കുമുട്ടൽ, എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല, അതാ കാര്യം. അപ്പോൾ ഞാനെന്നാൽ വച്ചോട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി കേട്ടോ. ഒന്നും വിചാരിക്കരുത് എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ കേട്ടോ. വെക്കുകയാണ് ഞാൻ.